അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ, സാലഡ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊന്ന് എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പ്രീ ഹീറ്റ് ഓപ്ഷൻ അമർത്തിയിട്ട് 200 ഡിഗ്രിയിൽ 3 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ള പൊട്ടാറ്റോ ഇതുപോലെ തിൻ സ്ലൈസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇത് സുക്കിനിയും ഇതുപോലെ തിന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടാറ്റോ തിന്നായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടി ഒന്നിച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോ വലിയ പീസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആദ്യം തന്നെ പൊട്ടാറ്റോ നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം മറ്റുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് കോളിഫ്ലവർ, ക്യാരറ്റ്, ബ്രോക്കോളി, പിന്നെ ക്യാപ്സിക്കം ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനത് എടുത്തിട്ട് എന്താ വെച്ചാൽ ക്യാപ്സിക്കം പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്യാപ്സിക്കം ഞാനൊന്നെടുത്ത് അതിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മറ്റേ ഭാഗം ആവാത്ത ഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്താൽ മതിയാവും കേട്ടോ. പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഞാൻ പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് ചേർക്കുന്നുണ്ട്. പാപ്രിക്ക പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അത് ഹോട്ട് സോസ്, അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ട് സോസും കൂടി ഒഴിക്കാം. ഇതൊക്കെ അളവ് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. നമുക്ക് ഈ പൊട്ടറ്റോ ആദ്യം തന്നെ ഈ സൈഡിലായിട്ട് വെക്കാം. നമുക്ക് കൂടുതൽ ചൂട് ഇതിന് കിട്ടുന്നത് സൈഡിലാണ് ഉണ്ടാവുക. മിഡിലിൽ ചൂട് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊട്ടറ്റോ നല്ലോണം വേവുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പൊട്ടറ്റോ ഇതിനോടൊപ്പം തന്നെ വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഇത്തിരി തിക്കായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ മറ്റുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ ഓപ്ഷൻ അമർത്താം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് വെച്ച് നോക്കുക. ഇത് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സും കൂടിയും വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിത് ബീഫ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളകിട്ട് വേവിച്ചെടുത്തതാണ്. അത് ഞാൻ സെപ്പറേറ്റ് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ പൊട്ടറ്റോ വലിയ പീസസ് ആയിട്ട് സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ വലിയ പീസസ് ആണെങ്കിൽ അത് ആദ്യം ഒരു 5 മിനിറ്റ് ഇട്ടതിന് ശേഷം മറ്റുള്ള വെജിറ്റബിൾസ് 5 അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം മറ്റുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വളരെ നേരത്തെ മാറ്റി വെച്ച് ക്യാപ്സിക്കം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് അത് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനത് നോക്കുമ്പോൾ കുറച്ച് വേവ് കുറവായിരുന്നു. ഒന്നും കൂടി ഒന്ന് മൊരിയേണ്ട പോലെ തോന്നി. അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ്സും കൂടി ഇതിൽ വെക്കുന്നുണ്ട്. 5 മിനിറ്റ്സും കൂടിയും വെച്ചിട്ട് ഇതാ അപ്പോൾ ഫുൾ 15 മിനിറ്റ്സ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് പൊട്ടറ്റോ ഒക്കെ നല്ല കറക്റ്റായിട്ട് ഗ്രില്ലായി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഉള്ളവർ എയർ ഫ്രയർ ഉള്ളവർ വീട്ടിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ആ ബീഫ് വേവിച്ചതില്ലേ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് വേവിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചീസൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ചീസൊന്നും ചേർക്കണമെന്നൊന്നുമില്ല. ഇനി നിങ്ങൾ വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബീഫും ചേർക്കണ്ട. ഇനി ബീഫിന് പകരം ബീഫ് ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ വേണമെങ്കിൽ ഉപ്പും കുരുമുളക് ഇട്ട് ഇതുപോലെ വേവിച്ചിട്ട് അതും ആഡ് ചെയ്യാം കേട്ടോ. അതും ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടുള്ള ഇതിൻ്റെ മീതാണ്, സാലഡ്സിൻ്റെ മീതാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ചൂടുകൊണ്ട് ഈ ചീസ് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. ഞാൻ ഈ ഫോട്ടോൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മിക്സ് ചെയ്തിട്ടില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചീസൊക്കെ ഇടണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ചീസ് ഇടാണ്ട് ഇത് മാത്രമായിട്ട് കഴിക്കാം. സാലഡ്സ് മീറ്റില്ലാണ്ട് വെറുതെ വെജിറ്റബിൾ മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.